എന്താ മാഷ പ്രോബ്ലം? നോ പ്രോബ്ലം. ഇന്ന് വരെ മാത്സിൽ മമ്മൂട്ടി മാഷക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ഡൗട്ട്സ്. പിന്നെ മറ്റൊരു കാര്യം. എന്താ പറയൂ? ഈ പെൺകുട്ടികളാവുമ്പോ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ട്. നിനക്കൊക്കെ സംഗീതത്തെ പറ്റി വല്ല വിവരമുണ്ടോ? ഇല്ല സാർ. നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. നിങ്ങൾ ഈ ഗോവിന്ദമാരാരെ പറ്റി കേട്ടിട്ടുണ്ടോ? ഗോവിന്ദമാരാർ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് സാർ താമസം. അതുപോലെ ചെണ്ടക്കാരുമായിരിക്കും. ഞാൻ ചോദിച്ചത് അതല്ല, ഷട്കാല ഗോവിന്ദമാരാരെ പറ്റിയാണ്. സംഗീത ചക്രവർത്തിയായ ത്യാഗരാജ ഭാഗവതത്തിൽ നിന്നും എന്തോ മഹാനുഭാവലു എന്ന കീർത്തനം പാടി അഭിനന്ദനം നേടിയെടുത്ത മഹാനെ പറ്റിയാ. 6 കാലത്തിൽ പാടാൻ കഴിവുള്ള അപൂർവ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഷട്കാല ഗോവിന്ദമാരാർ എന്ന പേര് ലഭിച്ചത് തന്നെ. മനസ്സിലായോ? നമ്മളിപ്പോ ജന്തുശാസ്ത്രമല്ലേ സാർ പഠിക്കുന്നേ? നിന്നെപ്പോൾ ജന്തുക്കൾക്ക് അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. എടാ, സംഗീതം ഒരു മഹാസാഗരമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും സംഗീത സാന്ദ്രമാണ്. ഇത്തവണ നാളികേരം വളരെ കുറവാണല്ലോ രാവുണ്ണി. നാളികേരം എണ്ണക്കുരുവായി അംഗീകരിച്ചോണ്ട് ഉള്ളതിന് നല്ല വില കിട്ടും. നടക്കാല്ലപ്പാ, യൂണിയൻ ഏതാണെന്നും പറഞ്ഞ് പയ്യെ ഇറങ്ങി വേഗം പോടാ, വേഗം കൊടുത്ത് ഇടാവേ. ഇങ്ങനെ പോയാൽ എവിടെ ചെന്നാ എത്തുക? ഇങ്ങനെ പോയാൽ നേരെ കൊപ്രാവിലി ചെന്നെത്തും. അതല്ലല്ലോ പറഞ്ഞത്. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. അല്ല, അവിടെ നിന്ന് കിട്ടി വാടകയോടെ? ഉയ്യോ, ആ കാര്യം ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു. ആ മാഷുമാരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്ന പരിപാടി നടപ്പില്ല. എന്താ പിന്നെ അവരെ ഇറക്കി വിട്ടാരേ? അങ്ങനെയത് നമ്മുടെ മോളെ കോളേജ് പഠിക്കുന്ന മാഷുമാരല്ലേ. ഒരു വിദ്യ 3 മാഷുമാരില്ലേ, അവരെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ എടുപ്പിക്കാം. അപ്പൊ നമ്മുടെ കാശ് പോരുകയും ചെയ്യും, മോള് പാസ്സാകുകയും ചെയ്യും. രാവണി, ഈ ചെറുപ്പക്കാര് മാഷന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി ട്യൂഷൻ എടുപ്പിക്കാന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ മോളെ അങ്ങോട്ട് പറഞ്ഞയച്ചേരെ. നീ വല്ലതും പറഞ്ഞോ? ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലമാണ്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. പെണ്ണുങ്ങളൊക്കെ ഉള്ളതാണ്. നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. വരാൻ വയ്യപ്പോ ഞങ്ങൾ വിഷമിച്ചു. മിനിസ്റ്റർ കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം വിട്ടില്ല, അവിടെ പിടിച്ചിരുത്തി. എന്ത് ചെയ്യാൻ? സാരമില്ല, ചില സ്ഥലങ്ങളിൽ കുടുങ്ങിയാൽ മണിക്കൂറുകൾ തന്നെ വൈകും, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ മുന്നിൽ. വരൂ. ഇവിടെ ഇരിക്കും. ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പഞ്ചാബിലേക്ക് പോയിട്ട് വരും. അവിടെ തീവ്രവാദികളുമായിട്ട് ഒരു കൊളീഷൻ ഉണ്ട്. ആദ്യം നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പെട്ടെന്നാകട്ടെ. അത് ഭരതൻ പിള്ള. നമസ്കാരം. ഇത് കുട്ടിയുടെ അമ്മാവൻ രാമകൃഷ്ണക്കുറുപ്പ്. ഹലോ, ഞാൻ കസ്റ്റംസിലായിരുന്നു. അയ്യോ, ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ജുവലറി നടത്തുന്നു. ഇത് കുറുപ്പ് സാറിന്റെ മകനാ, ശ്രീകുമാർ. ഗൾഫിലാ. ഇതെന്റെ ചെറിയമ്മാവൻ, റവന്യൂ വകുപ്പിലാണ്. അതെന്റെ കൊച്ചച്ഛൻ, എക്സൈസ് കമ്മീഷണറാണ് ബോംബെയിൽ. കൂടെ ഉള്ളവരെല്ലാരും ബന്ധുക്കളാണ്, എല്ലാവരും കളക്ടർമാരുമാണ്. ഞാനിവിടുത്തെ കാര്യസ്ഥൻ രാവുണ്ണി. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ വേലക്കാരനാണത്. കഷ്ടം. സത്യം പറഞ്ഞാൽ ഇത്രയും ചേർച്ചുള്ള ഒരു ജാതകം അടുത്ത കാലത്തും കണ്ടിട്ടില്ലെന്നാണ് നമ്മുടെ ഭാസ്കര പണിക്കർ പറഞ്ഞത്. ഇവിടെ പഞ്ചാബിനേക്കാൾ ഭയങ്കര ചൂടാണ്. ആദ്യം തണുത്ത എന്തെങ്കിലും കുടിക്കാം, എന്നിട്ട് മതി ഡിസ്കഷൻ. എന്താ? ഓ രാവണി, കുടിക്കാൻ കൊണ്ടുവരാൻ പറയൂ. ബൈ ദ വേ, ശ്രീ ഗൾഫിൽ എവിടെയായിരുന്നു? കുവൈറ്റിലായിരുന്നു. എന്നാ മടക്കം? 3 മാസം ലീവ് ഉണ്ട്. അവിടെ ഒരു ഹുസൈനെ അറിയാമോ? ഏത് ഹുസൈൻ? സദ്ദാം ഹുസൈൻ അല്ല, കോതഞ്ചേരി ഹുസൈൻ. ബാങ്ക് ഓഫ് കുവൈറ്റിലാണ് ജോലി. എണ്ണക്കമ്പനിലല്ലേ? അല്ല അല്ല, എനിക്കറിയില്ല.
ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ അദ്ദേഹത്തിന്. തലയെ വെച്ചാ ഉറുമ്പായിരിക്കും, താഴെ വെച്ചാ പേനായിരിക്കും. അങ്ങനെയാ കൊണ്ടു നടക്കുന്നത്. എടുത്തു കൊടുക്കും മോളെ. No please, I will take. എന്താ പേര്? കവിതാഭരതൻ. ഏത് കോളേജിലാ പഠിക്കുന്നത്? കള്ളങ്കോട് ട്യൂട്ടോറിയൽ കോളേജിലാ. 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റു. അല്ല, ഇത്തവണ ജയിക്കും, ഇല്ലെങ്കിൽ ജയിപ്പിക്കും. അതിരിക്കെ അവര് തമ്മിൽ സംസാരിക്കട്ടെ. സാറ് ചെല്ലേ. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത്. അതിനെന്താ? Of course, thank you. അതെല്ലാവർക്കും കൊടുക്കണോ? കവിത, നല്ല പേര്, എനിക്കിഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് പഞ്ചാബി വന്നിട്ടുണ്ടോ? പഞ്ചാബി വരണ്ട, അത് പോട്ടെ. പാടാനറിയോ? ഡാൻസ് അറിയാമോ? കുറച്ചൊക്കെ അറിയാം. വിക്കുണ്ടല്ലേ? നല്ല വിക്കുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ വിക്ക് ഒരു പ്രശ്നമേ അല്ല, ഒരു ഫിലോസഫി. കാക്കയ്ക്ക് കറുപ്പഴകാണെന്ന് പറയുന്ന പോലാണ് കുട്ടിക്ക് വിക്ക്. ഓഫ് കോഴ്സ് പെർഫെക്റ്റ് ആയ ആരെയും ഞാൻ ഇഷ്ടപ്പെടാറില്ല. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ചേരേണ്ടവർ തമ്മിലല്ലേ ചേരൂ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. എല്ലാം ഈശ്വര നിശ്ചയം. അതാണ് പ്രഫുല്ലകുമാർ IAS പഞ്ചാബ് കളക്ടർ. ജനിച്ചതും വളർന്നതും കേരളത്തിലാണെങ്കിലും ഞാൻ IAS എടുത്തത് ഡെറാഡൂണിലാണ്. മാരേജ് കഴിഞ്ഞാൽ എവിടെ താമസിക്കാനാണ് ഇഷ്ടം? പഞ്ചാബ്, ഇറാഖ്, നിക്കാരഗ്വ, വിയറ്റ്നാം, ശ്രീലങ്ക, ഇവിടൊക്കെ പോരെ? ഞാനൊരു തമാശ പറഞ്ഞാണ്. എന്താ കളക്ടർക്ക് തമാശ പറഞ്ഞൂടെ? നിക്കാണെങ്കിലും നല്ല നർമ്മബോധമുണ്ട്. ബൈ ദി ബൈ, എന്നെ ഇഷ്ടപ്പെട്ടോ? മൗനം സമ്മത ലക്ഷണമെന്നാണല്ലോ. സൈലൻസ് ഈസ് പ്ലീസ്. മത്തഭൃങ്കോദ്യൽ പ്രയാണങ്ങൾ കണ്ടു, മലർമധുര നിരകളത സപതി കണ്ടു. ആ, ഇനി ഇതിന്റെ കൂട്ടർത്തങ്ങനെ എഴുതിത്തോളൂ. മത്തഭൃങ്കോദ്യൽ പ്രയാണങ്ങൾ കാണുകയും മലർമധുര നിരകളത സപതി കാണുകയും ഉണ്ടായി എന്ന് അർത്ഥം. മനസ്സിലായോ? ട്യൂട്ടോറിയലിൽ പഠിക്കേണ്ട പ്രായമല്ല നിങ്ങൾക്ക്. മഞ്ഞച്ചുരിദാർ ഇട്ടു വന്നെന്താ ഇവിടെ കാവടിയാട്ടം നടക്കുക? താടിയും മീശയൊക്കെ ആയിരടോ, പോയി കല്യാണം കഴിക്കടോ. പഠിക്കണം, നന്നാവണം എന്നുള്ള മഹാത്മാരും മഹതികളും ഉണ്ടെങ്കിൽ എഴുതിത്തോളൂ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. മത്തപ്രകോതിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ അർത്ഥം? അറിയില്ല? ഇല്ല സാർ, ഇവിടെ അറിയില്ല. ഇവിടെ ഇവിടെ അറിയില്ല സാർ. ഇവിടെ 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 ബാക്ക് ബെഞ്ച്. ആ, ഇവിടെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അറിയില്ല. ഇല്ല സാർ. ആർക്കും അറിയില്ല? ഇല്ല സാർ. അറിയില്ല? ഇല്ല. അത് പിന്നെ ഈ മത്തഭൃങ്കോദ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഒരു ഭൃങ്കോദ്യൽ. കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ. നിന്റെ വലിയ ചെത്ത് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട. അഥവാ നിനക്ക് ചെത്തണം എന്നുണ്ടെങ്കിൽ ആ തെങ്ങ് പോയി ചെത്തിക്കോ. വേതാളം. ആരും ചിരിക്കണ്ട, എല്ലാവരോടും കൂടിയാ പറഞ്ഞത്. നമ്മൾ പെണ്ണുങ്ങൾ അണിച്ചിട്ട് ഒരുത്തരുത് അവർ കളത വീട്ടിൽ ലൈനാക്കി വരുന്നത്. ഇയാൾ എങ്ങടാ ഈ പോണേ? റോഡല്ല ഇതല്ലേ? അത് ശരി. നിക്ക് നിക്ക് നിക്ക്, നമ്മുടെ കള്ളത്തരം ആ പോണവൻ കണ്ടുപിടിച്ചോന്ന് സംശയം. പിന്നെ താൻ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സംശയിക്കില്ലേ? മൂന്ന് വിട്ടെ. ബോധമില്ലാത്ത
Here. Guys, ഡ്രൈവർ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്. ആരെ ഇറങ്ങാൻ സമ്മതിക്കരുത് വഴിക്ക്. സാറേ, ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയായിരുന്നു. കവിതയെ തട്ടിക്കൊണ്ടുപോരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. കവിതയെ തട്ടിക്കൊണ്ടുപോരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. ജയിക്കും. ജയിക്കും. എന്താ ജീപ്പിലേക്ക് എത്തി നോക്കുന്നത്? കൈയിട്ടാ നോക്ക. ആ പ്രശ്നം എടുത്തോളൂ. ആ കൂട്ടിക്കൊണ്ടുവരണോ പൊക്കോ? വെയിറ്റ് നോക്കാൻ പറ്റണോ? രണ്ടും കൂടി കള്ളിഷാപ്പ് പോരാ. ഒന്നും അറിയില്ല. എന്റെ വിദ്യാലയത്തിന്റെ പ്രതിച്ഛായ നിങ്ങൾ തകർത്തില്ലേ? ഈ വർഷം 100% വിജയം ഞാൻ എങ്ങനെ കൊയ്യും? കൊയ്യുന്ന വയലിൽ പോയി കൊയ്യാൻ മതി. അവന്റെ ഒരു പേക്കാരുടെ കുന്തം ഇവരറിയാവൂടാ. അവൾ നോക്കടാ. ഇങ്ങോട്ട് പറത്തിയിട്ട 3 വീതികൾ ഇങ്ങോട്ട് നോക്കടാ. ഇവിടെ നോക്ക്. ഇന്നതാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന മത്തങ്ങാ മുഖം. അറിയാവൂടാ? ഇവിടുത്തെ അധ്യാപകരാണ്. ഇവിടെ വാ. അങ്ങോട്ട് ചെയ്യടാ. എന്നെ അറിയാവോ? അറിഞ്ഞൂടാ. ഇടിക്കുള്ള അധികം അറിയാം. അറിയാം. ഇരുട്ടുമ്പം അങ്ങ് വന്നേരെ. ആ നിന്നെ ഞങ്ങൾ മാത്രം രീതി വായിച്ചാ പോരാ. പോലീസുകാർക്ക് ട്യൂഷൻ എടുക്കാൻ പോയതാണ്. ഫറൂഖിൽ വീണ്ടും പുലിശല്യം. ബോംബുകൾ പൊട്ടാൻ ഇടയുണ്ട്. ഒന്ന് പതുക്കെ വായിക്കണ്ടേ മാഷേ? അതല്ലാന്ന് ഇതിങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കുന്നതാണ് ഞാൻ നോക്കണേ. ഇത് അവസാനം കല്ലായി പാലത്തിന്റെ മോളിൽ നിന്ന് താഴെ വീണ് പൊട്ടും. അന്ന് തന്റെ കഥ അവസാനിക്കും. മമ്മൂട്ടാശ അവിടെ അല്ല, എവിടെയാണ്? എന്തേ? ഒരു പാർസൽ ഉണ്ട്. ഇയാൾക്ക് ഏത് വിവരില്ലാത്ത പാഴ്സൽ റെസീറ്റ്. ഒന്ന് തുറക്കും മാഷേ. ഇതിപ്പോ തുറന്നിട്ട് നിങ്ങൾക്ക് കാണാനുള്ള കോപ്പൊന്നും ഇതിലില്ല. എന്നാലും തുറക്കും മാഷെ, ഞങ്ങളൊന്ന് കാണട്ടെ. കാണട്ടെ മാഷെ, ഇത് ദുബായിൽ നിന്റെ ഒരു അളിയൻ അയച്ചതാണ്. പേഴ്സണലാണ്. എന്നാ പിന്നെ വീട്ടിൽ ചെന്നിട്ട് തുറന്നാ മതി. ഇവിടെ വെച്ച് തുറക്കണ്ട. വല്ല ചെറിയ ബോംബായിരിക്കുന്നേ. ചുവന്നത് എന്താ മോളെ ഇന്നലെ വരാതിരുന്നത്? നീ ടെലിഫോൺ ചെയ്യുന്നവരെ എനിക്ക് മനസ്സിന് യാതൊരു സമാധാനമില്ലായിരുന്നു. ഞങ്ങളുടെ വണ്ടി വരുന്ന വഴിക്ക് കേട് വന്നു. അതുപോലെ എനിക്കറിയാമോ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? പക്ഷെ ഞാനിപ്പോ കുളിച്ച് റെഡിയായിട്ട് വരാം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ഒച്ചയും ബഹളും ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയത് പോലെ. അല്ലെങ്കിൽ പുണർന്നിരിക്കുക. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. നിന്നോട് സംസാരിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഓ, ഇപ്പൊ തനിക്ക് ഭ്രാന്ത് ഇല്ലാത്തതുപോലെ. നിങ്ങൾ വിഷമിക്കണ്ട. ശമ്പള പരിഷ്കരണത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. ശമ്പള പരിഷ്കരണത്തെ പറ്റി ആലോചിച്ച് താൻ എന്നെ സോപ്പിടണ്ട. മാഷ് ഞങ്ങൾക്ക് തരാനുള്ള കാശ് തന്നാ മതി. മാഷേന്ന് വിളിച്ചെന്നാവുകൊണ്ട് എന്നെ കൊണ്ട് മറ്റത് വിളിപ്പിക്കാം. മാസം ഒന്നായി കദീസ് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ കേസ് കൊടുത്തിട്ട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ഏത് കദീഷു? എന്റെ ആദ്യത്തെ കിട്ടുമെന്ന്. അതുപോലെ ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരാളുടെ ചെലവിന് തന്നെ കിട്ടുന്ന ഏഴില്ല. എന്നോട് ഇയാളോട് ആരാ പറഞ്ഞ 2-3 ഒക്കെ കെട്ടാൻ? ഞാനും പറഞ്ഞത് ഇയാളെന്തിനാ പെണ്ണേട്ടാ നടക്കുന്നത്? അധ്യാപകർ എന്ന് പറയുന്ന മാതൃകാ പുരുഷന്മാരാണ്. 5-6 പെണ്ണും കെട്ടി സ്ഥാപനത്തിൽ നടക്കണ്ടാക്കാന്ന് വെച്ചാൽ കുറെ നാളെ ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു. അല്ലേ മാഷ? മാഷെന്ന് പറയുന്നു അയാൾക്ക് വേണമെന്ന് വെച്ചാൽ 2-3 കല്യാണം കഴിച്ചോട്ടെ. അത് അയാളുടെ ആരോഗ്യം, അയാളുടെ പേഴ്സണൽ മാറ്റേഴ്സ്. മാഷ്ക്ക് വേണമെന്ന് മാഷം കല്യാണം കഴിച്ചോളൂ. ഞാൻ കയറാനുള്ള കാശിന്റെ കാര്യം പറയണോ? ക്യാഷ് കൊടുക്കണം മാഷേ. മാഷെ, ഞാൻ ഇത്രയും കാലം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിനാ എന്റെ പ്രശ്നം മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് വേദനിപ്പിക്കുന്നു? എന്റെ മകന് തൽക്കാലം ഒരു ഓപ്പറേഷൻ വേണം. വെല്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കുക. ഒരു 10,000 രൂപ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന്റെ ഓപ്പറേഷൻ നടത്തിയാനെ.
എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇത് വിറ്റ് നിങ്ങൾ പങ്കുവെച്ചോളൂ. നിങ്ങളുടെ ആരെങ്കിലും നടക്കട്ടെ. എന്നാ വേണ്ട മാഷേ, ഞങ്ങൾക്കും മനസാക്ഷി എന്ന് പറഞ്ഞൊന്നില്ലേ? എന്നാ മാഷെ. ഒരാവേശത്തിന് ഒന്നങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് എന്താ മാഷേ ഇത്? മാഷേ, ഞാനൊരു ഇസ്ലാമാണ്. ശവത്ത് കുത്താന്ന് മനസ്സിലാക്കരുത്. നിങ്ങളെ ചെയിനും കൂട്ടടിക്ക്. വല്ലാഹി ഇയാൾക്കൊരു മോനുമില്ല, ഉണ്ടെങ്കിൽ തന്നെ ഓനക്ക് ഇങ്ങനെ ഒരു രോഗമില്ല. പിന്നെ ഈ സ്ഥാപനത്തിന്റെ മഹത്വം കേൾക്കണമെങ്കിൽ ഇതൊരു കള്ളുഷാപ്പായിനി. കഴിഞ്ഞ ലേലത്ത് കിട്ടാതായപ്പോ ഇയാൾ ഈ ഷെഡ് ട്യൂട്ടോറിയൽ കോളേജാക്കി മാറ്റിയതാണ്. നമ്മളൊക്കെ അധ്യാപകരല്ലേ, നമ്മളൊക്കെ കുടുങ്ങിയില്ലേ? ഇപ്പൊ ഇതിന്റെ ഷെയർ വേണമെങ്കിൽ വേണോ? എനിക്ക് വേണം. എന്നാ നടക്കി ഷാപ്പുടമേ, പോയിട്ട് വരാട്ടാ. കാണാം. നിങ്ങളല്ലാതെ ആരെങ്കിലും ചെയിനൂരി കൊടുക്കോ സാറേ? ഏടോ, മാളിയക്കൽ അവറാച്ചന്റെ മകൻ കുഞ്ഞിക്കോര എമ്മയാണ് ഞാൻ. എനിക്കറിയാമോ? അവരിപ്പൊ കൊണ്ടുപോയ സാധനം കഴിഞ്ഞ ഭരണങ്കാലം പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാ. അതിന്റെ വില എത്രയാണെന്ന് എനിക്കറിയാമോ? 3 രൂപ 50 പൈസ. ചേട്ടാ കാപ്പി. അശ്രീകരം രാവിലെ കെട്ടിയെടുക്കും. എന്താടി നാട്ടിൽ തുണിക്ക് ഇത്ര പഞ്ഞോ? ഈ വേഷത്തിൽ എന്നെ കാണാനാ ഭംഗിയെന്ന് മാജി പറഞ്ഞു. മാജി മേൻലി വേഷത്തിലൂടെ കണ്ടേക്കരുത്. അതെല്ലാം ബോംബെയില്. ഞാനൊരു പഴയ തറവാട്ടുകാരാണ്. കുടുംബത്തിൽ പിറന്നവർ കയറി വരുന്ന വീടായത്. ഇവിടെ നിൽക്കുമ്പോ അതിന് പറ്റിയ വേഷമൊക്കെ ധരിച്ചാ മതി. മനസ്സിലായോ? അങ്ങനെ ഭീമസേനൻ കല്യാണ സൗഗന്ധി പൂ പറിക്കാനായിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. കാടും പടലും അടിച്ചു വൃത്തിയാക്കിക്കൊണ്ട് അങ്ങനെ നടക്കുമ്പോ ഒരു വയസ്സം കുരങ്ങൻ വഴി മുടക്കിക്കൊണ്ട് അങ്ങനെ കിടക്കണു. എന്തിനാ? ഭീമനെ പരീക്ഷിക്കാനായി. സോറി സോറി. എന്നിട്ട് സാർ പരീക്ഷിക്കാനായി എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ പങ്കില മാനസർ കാണുകില്ലേ. ഹൈ, എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ പങ്കില മാനസർ കാണുകില്ലേ. ഹൈ, എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ. ചന്ദ്രിക ഇത് ലോകമല്ലേ? നമ്മളിങ്ങനെ ഒളിച്ചോടി പോകാൻ പറ്റുമോ? നാട്ടുകാർ നമ്മൾ ഭീമന്റെ കഥയല്ലേ പറഞ്ഞു വന്നത്? അതെ, അതെനിക്കറിയാം. ഭീമൻ നിന്റെ വല്യമ്മയുടെ മോനൊന്നല്ലോ. ഇരിക്കടാ കാശുവണ്ടി മോറൻ. അങ്ങനെ ഭീമനെ പറ്റിക്കാനായി ഹനുമാൻ ഒരു കുരങ്ങന്റെ വേഷത്തില് തന്റെ നരച്ച വാലും നീട്ടി ഭീമന് വഴിമുടക്കിയായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. ആട്ടെ, ഭീമൻ എന്തിനാ കാട്ടിപ്പോയത്? പൂ പറിക്കാൻ. ഏത് പൂവ്? കല്യാണ സൗഗന്ധിക പൂ. പൂ പറിക്കാൻ ഭീമൻ ഒറ്റയ്ക്കാണോ പോയത്, അതോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അറിയില്ല. അറിയില്ല. ഇവിടെ അറിയോ? ആർക്കും അറിയില്ല. എന്നാ കവിത പറയൂ. കവിത ഞാൻ പറയണോ? കാനന ചായയിലടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. സൈലൻസ് സൈലൻസ്. ഇതെന്താ ക്ലാസ് റൂമോ അത് ചന്തപ്പരയോ? ശരിയായിട്ടുള്ള ഉത്തരം പറയൂ കുട്ടി. പൂ പറിക്കാൻ പോയപ്പോ ഒറ്റയ്ക്കാണോ പോയത്, അതോ തോഴിമാരാരെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു മാഷേ. ആരാ? സിന്ധു സുമതി ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. കറക്റ്റ്. പഴയ കള്ളുഷാപ്പല്ലേ? എന്താണോ കള്ളുഷാപ്പിന്റെ മുമ്പിൽ കൊണ്ടൊന്ന് വണ്ടി നിർത്തിയത്? ആരെങ്കിലും കണ്ട എന്നെ പറ്റി എന്താ ധരിക്കുക? അയ്യോ, ഇത് കള്ളുഷാപ്പല്ല. പോണതോ? പോണത് 2 ഷാപ്പാ. ഇത് ട്യൂട്ടോറിയൽ കോളേജാ. കഴിഞ്ഞ ജന്മത്തില് കഴിഞ്ഞ ലേലത്തില് ഷാപ്പ് കിട്ടാതെ വന്നപ്പോ സ്ഥലം വെറുതെണ്ടോന്ന് കരുതി കോളേജ് തുടങ്ങിയതേ ഉള്ളൂ. സത്യം പറയാല മുതലാളി, ഷാപ്പ് ലേലത്തിൽ കിട്ടാത്തതിന്റെ ഖേദം ഇപ്പൊ തീരെയില്ലെന്ന് നമ്മുടെ കോൺട്രാക്ടർ കോരച്ചൻ പറയുന്നത്. ARROW. ആരോ ആരോ അമ്പ്. ASS ആസ്. കഴുത. ഇതെന്ത് കഴുതേ? BEAR ഡിയർ. മുതലാളി ഇരിക്കി. അറിയില്ലേ ഭരതമുള്ള മലയാളി, നമ്മുടെ ഹൈസ്കൂളിന്റെ മാനേജർ? അറിയാണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ സ്കൂൾ കണ്ടിട്ടല്ലേ ഞാൻ എന്റെ കള്ളിഷാപ്പ് കൂട്ടി ഈ സ്ഥാപനം തുടങ്ങിയത്. സത്യം പറയാലോ, നിങ്ങളുടെ സ്കൂളിലെ പണക്കാരുടെ കുട്ടികളൊക്കെ ഇവിടെ ട്യൂഷൻ വരുന്നുണ്ട്. അത് പോട്ടെ, ആരാ ചേരുന്നത്? 2 പേരും ഉണ്ടോ?
ഓ മനസ്സിലായി. അതിൽ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കുട്ടികളുടെ കൂടെ ഇരിക്കണ്ട, ഒരു സ്റ്റൂൾ ഇട്ട് തനിച്ചിരുന്നാ മതി. അങ്ങനെ ഇവിടെ പഠിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ സാക്ഷരതാ ക്ലാസ്സിൽ പോകുന്നുണ്ട്. ഞങ്ങളോ? ഞാൻ ഇവൻ പോകുന്നുണ്ട്. ഞങ്ങൾ ഇപ്പൊ വന്നത് മുതലാളിയുടെ മോളെ ചേർക്കാൻ വേണ്ടിട്ടാ. അതെ. 3ാം കൊല്ല BA ആയിരിക്കും. അല്ല, 10ാം ക്ലാസ്സിലാ. അതെ, 3 വട്ടം തോറ്റു. ഒന്നുമില്ല, ഒരു പൂച്ച. ആ, എത്ര മാർക്കുണ്ട്? 3. 3 വട്ടമോ? എന്ന് വെച്ചാ 0. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലവാ. കാശൊരു പ്രശ്നമല്ല. ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും മോളെ ഒന്ന് പാസ്സാക്കി തരണം. ഓ, എന്നിട്ട് വേണം എന്റെ മോളെ ഒരു IAS കാരൻ്റെ കൂടെ പറഞ്ഞയക്കാൻ. അത് കാണാൻ ബ്രഹ്മാവ് വരെ ജീവിച്ചിരിക്കൂലല്ലോടോ. कला है जो हर कला से जुदा है, दिल में खुशी का जब जोश आए, ये तन बदन झूमता है, नाचूं ऐसे तुझ पे ज़माना फिदा है, ये जोश ये हौसला है। रूप तेरा मस्ताना, प्यार मेरा दीवाना, भूल गए हमसे ना. बेटा, അവിടെ ഇവിടെ കറങ്ങി നടക്കാതെ വീട്ടിൽ പോയിരിക്കും. എനിക്ക് വട്ട് കളിക്കണം മാജി. കളിക്കാതെ തന്നെ നമുക്കൊക്കെ വട്ടാണെന്നാ നാട്ടുകാർ പറയുന്നത്. മോനൊരു കാര്യം ചെയ്യും, നമ്മുടെ പശുവിനെ ആ കുട്ടനാരുടെ വയലിറക്കി നല്ലോണം വയറ് നിറക്കി. ഓക്കെ ബേട്ടി? അന്ന് തന്നെ പശു നെല്ലെല്ലാം തിന്നെന്ന് പറഞ്ഞ ആ കുട്ടനായർ വേണ്ട ചീത്ത പറഞ്ഞതാ. എനിക്ക് ചവിട്ടം കിട്ടി. നല്ലോണം കിട്ടിയോ? മാജി വരുമ്പോ ആ ഉടുപ്പിന്റെ കടയിൽ നിന്ന് തേങ്ങ പിണ്ണാക്ക് ചക്കരി കൊണ്ടുതരാം കേട്ടോ. സത്യമായിട്ടും കൊണ്ടുവരുമോ? കൊണ്ടുതരാം. അച്ചി മാജി. എന്റെ മാഷേ, അങ്ങനെ ഞാൻ വിളിച്ചോട്ടെ? അങ്ങ് എന്റേത് മാത്രമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടാ അങ്ങനെ വിളിക്കുന്നേ. മാഷോടുള്ള എന്റെ സ്നേഹത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഒന്നും നേരിട്ട് പറയാൻ വയ്യാത്തോണ്ടാ ഇങ്ങനൊരു കത്തെഴുതിയേ. എന്റെ കത്ത് മാഷിനൊരു അധികപ്പറ്റാവോ? ഏയ്, ഒരിക്കലും അധികപ്പറ്റാവില്ല കുട്ടി. ഞാൻ എത്ര നാളായിട്ട് കൊതിക്കണോ കുട്ടിയുടെ ഒരു പ്രേമലേഖനം വായിക്കാൻ. അതെ, ഞാൻ എന്താ വിളിക്കണ്ടേ? മാഷേന്ന് വിളിക്കണോ, ഏട്ടാന്ന് വിളിക്കണോ? മാഷേന്ന് തന്നെ വിളിക്കല്ലേ? അതൊന്നും വിളിക്കണ്ട, കൊച്ചു കള്ളാന്ന് വിളിച്ചാ മതി. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് അയ്യപ്പങ്കാവിനടുത്തുള്ള കുന്നമ്പുറത്ത് വരുമോ? എന്റെ ഈശോയെ. വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ആ വേഷം തന്നെ ധരിക്കാൻ മറക്കരുതേ. മറക്കില്ല, മറക്കില്ല കാന്താരി. ആ വേഷത്തിൽ മാഷ കാണാൻ എന്ത് രസായിരിക്കുന്നറിയോ? വരുമ്പോ ആരും കാണരുത്. മാഷ വരാണ്ടിരിക്കരുത്, ഞാൻ കാത്തിരിക്കും. പിന്നെ മറ്റേ മാഷ്മാർ രണ്ടുപേരും ഈ വിവരം അറിയരുത്. മഹാബോറന്മാരാ. സ്നേഹപൂർവ്വം മാഷ്ട കവിത. ഇതിനെന്തിനാണ് കത്ത്? പറഞ്ഞാ പോരെ, ഞാൻ വരും മോളെ. എന്റെ കൃഷ്ണാബായി ഇതുപോലെ ആയിരിക്കും. എന്ത് ചെയ്യാ?
രക്ഷപ്പെട്ടു. എടോ ഉതുപ്പേ, 2 കിലോ അരിയിൽ ഇത്രയും കല്ലുണ്ടെങ്കിൽ 1 ചാക്ക് അരിയിൽ എത്ര കിലോ കല്ല് കാണും? ആ ഇരിങ്ങാലക്കുടക്കാരൻ നസ്രാണി മാഷില്ലേ, അയാളുടെ മൂത്രത്തിൽ അപ്പടി കല്ല. അപ്പൊ മൂത്രത്തിലെ കല്ല് ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ടോ? എങ്കിൽ അരിയിലെ കല്ലിൽ നിന്നും മൂത്രത്തിലെ കല്ല് കിഴിക്കണം. എടോ, തന്റെ വളിപ്പ് കേൾക്കാനല്ല ഞാൻ വന്നത്. ഇങ്ങനെ കച്ചവടം ചെയ്താൽ താൻ ദുബായിക്കൊന്നും പോണ്ടി വരില്ല. അല്ലെങ്കിലും ഇപ്പൊ ദുബായി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എന്നാ താനെന്താണ്ട് ഈ കള്ളന്മാരെ നോക്കണമാതിരി നോക്കണത്? അതെ, സ്വന്തം കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാ. എന്റെ കയ്യിലിരിപ്പ് താൻ നോക്കണ്ട, താൻ സാധനങ്ങൾ എടുക്ക്, എനിക്ക് പോണം. അല്ല പിന്നെ ഇതെല്ലാം പച്ചയല്ലേ? ഇനിയിപ്പോ ഏത് പച്ചയാ വേണ്ടേ? സംഗതി ഇതെല്ലാം പച്ച തന്നെയാണ്. പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു സൈസ് പച്ചയാണ് ഞാൻ നോക്കണേ. ആ മോളിലാ പച്ചടിക്ക്. അതിന് വില കൂടുതലാ. വില പ്രശ്നമല്ലാന്ന്, നിങ്ങൾ സാധനം എടുക്കി. എന്നാൽ ഇതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്ന സാധനം. ഒരു കാര്യം ചെയ്യ്, പാന്റിനും ഷർട്ടിനും തന്നെ കുടിച്ചോളി. താൻ എന്തോടോ ഇങ്ങനെ കിടന്ന് ചിരിക്കണേ? തന്റെ സ്വന്തക്കാരെങ്കിലും മരിക്കാൻ കിടക്കണ്ടോ? അല്ല, ഈ ചുവന്ന ഷർട്ടിന്റെ കൂടെ ആരെങ്കിലും ചുവന്ന പാന്റ് ഇടോ മാഷേ? ഞാനിടും. ഓ, മാഷ് നാടകത്തിൽ അഭിനയിക്കാനായിരിക്കും. നാടകത്തിൽ അഭിനയിക്കണോ സിനിമയിൽ അഭിനയിക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. തനിക്കിതൊന്നും തയ്ച്ചു തരാൻ പറ്റുമോ? ഞാൻ തയ്ച്ചു തരാം. പക്ഷേ മാഷൊരു അധ്യാപകനാണല്ലോ എന്ന് കരുതിയാ. അധ്യാപകന്മാർക്ക് ഇന്നത് ഇടാവൂന്ന് നിയമമൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ ചോപ്പിടാം, വെള്ളയിടാം, പച്ചയിടാം. കൂടെയുള്ള അധ്യാപകർ മരിക്കുകയാണെങ്കിൽ കറുപ്പിടാം. അല്ല, ഞാൻ എന്റെ ചെറിയൊരു അറിവ് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. താൻ കേവലം ചെറിയൊരു ടൈലറാ. ഞാനൊരു അധ്യാപകനും അറിവ് പകർന്നു കൊടുക്കുന്ന ആള്. വലിയ വാചകം ഒന്നും അടിക്കണ്ട. ഈ പാന്റ് ഷർട്ട് ഇങ്ങോട്ട് തയ്ച്ചു തന്നാ മതി. താൻ എന്തുകൊണ്ട് അളവെടുക്കണേ? കത്രിക വെട്ടൊത്തി എടുത്ത് എടുക്ക്. താൻ ഉമ്മ വയ്ക്കാൻ പോവാ? മാഷല്ലേ? അല്ല ടീച്ചർ, മനുഷ്യനൊരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോഴാണ് ഈ പുറകുന്നുള്ള വിളി. വരനെ ആവശ്യമുണ്ട്. സുന്ദരിയും സുശീലയുമായ പെൺകുട്ടിക്ക് 18 വയസ്സ്, അശ്വതി നക്ഷത്രം. സുന്ദരനും സൽസ്വഭാവിയുമായ വരനെ ആവശ്യമുണ്ട്. ഇത് നമ്മുടെ ഭരതൻ പിള്ളയുടെ മോളുടെ കാര്യമല്ലേ? ഞാനിത് രാവിലെ തുടങ്ങിയല്ലോ ഒരു ഉണങ്ങിയ ചൂടും വെച്ചിട്ട് ഡൈയൊക്കെ മൂക്കുമ്പോലായിരുന്നു. ശരി, ആകെ തെറ്റി. ഈ സംഗീതം എന്നൊക്കെ പറയണത് ഒരു ജന്മവാസനയാ. ആ ലതാ മങ്കേഷ്കറെ മോനല്ലേ മൂപ്പര്? നിങ്ങളോടൊക്കെ സംഗീതത്തെ പറ്റി പറയുന്നത് പോത്തിന്റെ ചെവിയിൽ വേദം ഓതണ പോലെയാ. ഞാനും ഇത് കുറെ നാളായി കേക്കണേ. ആരോടോ ഈ പോത്തിന്റെ ചെവിട്ടില് വേദം? ഇത് ഏത് കിഴങ്ങനാ? അപ്പൊ പോത്തോ ആയിരിക്കണോ? ആ, പോത്തും സംഗീതമൊക്കെ അവിടെ നിക്കട്ടെ. ഇതൊന്ന് വായിച്ച്. ഓണത്തിന്റെ ഇടയിലാണോ മാഷേ പൂട്ടുകച്ചവടം? എന്താ ഓണത്തിന്റെ ഇടയിൽ പൂട്ടുകച്ചവടം നടത്താൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല. വിട്ടു തന്നുണ്ടെങ്കിൽ ഓണായാലും വിഷുവായാലും പെരുന്നാളായാലും ഓക്കെ. അതല്ല മാഷെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാഷ് വെറുതെ തോക്കിന്റെ ഇടയ്ക്ക് കയറി വെടിവെക്കാൻ. ആരാ വെടിവെച്ചേ? രാവിലെ തുടങ്ങി അതെ, ഈ തോക്കും മറ്റതൊക്കെ എടുത്തൊരു ഭാഗത്ത് മാറ്റി വെക്കി. നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരല്ലേ? ഏതൊരു കവി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ടാഗോറാണെങ്കിൽ എനിക്കറിയാലോ. ആ ടാഗോർ മൂപ്പർ അമ്മോനാണല്ലോ. കവി എന്താ പറഞ്ഞേ? ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമ്യം കിടക്കാന്ന്. ഒരുമുള്ള ആരെങ്കിലും ഒലക്കപ്പുറത്ത് കിടക്കുന്ന മാഷ് കണ്ടിട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കി. നിങ്ങളാണ് ഉദാഹരണം പറഞ്ഞത്. ഒരുമുള്ളെങ്കിൽ എങ്ങനെ മാഷ ഒലക്കപ്പുറത്ത് കിടക്കുക? ഒലക്ക് വീതി ഉണ്ടെങ്കിൽ കിടന്നു. വീതിയുള്ള ഒലക്കല്ല, കിടക്ക. കുറെ കാലം ഈ തൊഴിൽ ഉദാഹരണം കൊണ്ട് കിടക്കണേ. ഞങ്ങൾക്ക് വസൂരിദീനാന്ന് പറയട്ടാ. ഗണപതി മാസം ഞങ്ങളെ യുക്തി പോലെ എന്തെങ്കിലും. അല്ല രാവണ്യോ? അല്ല മറ്റവർ രണ്ടുപേരും എന്ത്? അവര് പിന്നെ നല്ല സുഖമില്ല, കിടപ്പാ. എന്താ സുഖം? വസൂരിയ കൂടിയ സൈസാ. അയ്യോ, അപ്പൊ ഞാൻ വന്ന കാര്യം നടക്കില്ലല്ലോ. അത് പിന്നെ വാടകയുടെ കാര്യമല്ല, അതങ്ങോട്ട് എത്തിക്കാം. അതല്ലേ, ഭരതൻ മോലാളിന്റെ മകള് കവിതയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാ, ട്യൂഷൻ എടുക്കാൻ. അല്ല രാവിലെ വന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് വസൂരിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു തന്നെ. മാഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ വാടക വാങ്ങിച്ചാൽ വന്നാന്ന് വിചാരിച്ചു. താനൊരു മാഷല്ലേ, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ലേ, എന്നിട്ട് ഇങ്ങനെ നുണ പറയാ? ഞങ്ങൾക്ക് വസൂരി ഒന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചെന്ന്. ഇനി മുതൽ വാടക വേണ്ടെന്നും പകരം ട്യൂഷൻ എടുത്താൽ മതി എന്നും മുതലാളി പറഞ്ഞു. അയ്യോ, ശരി, അപ്പൊ ഞാൻ പോട്ടെ.
ഒരുമാതിരി മനുഷ്യനെ വടിയാക്കണ പരിപാടി ഉണ്ടല്ലോ. ഈ അവിഞ്ഞ വർത്താനം വേണ്ട. മേലിൽ ആര് വാടക വെച്ചു വന്നാലും ഞങ്ങൾക്ക് വസൂരി തന്നെ പറഞ്ഞേക്ക്. അതെ, പട്ടണ ഞാൻ കൂടെ താമസിപ്പിച്ചാൻ തീരുമാനിച്ചതാ. എന്താ മാഷേ, അല്ല പെണ്ണ് കാണാൻ പോണ്ടോ? ഇപ്പോഴേ മാഷേ, ഞാന് എന്റെ ഒരു സഹപ്രവർത്തകൻ എന്തോ നസ്രാണി മലയാളം മാഷ, അയാൾ അച്ഛൻ കെട്ടി തൂങ്ങി ചത്ത്. അതിന്റെ 16 അടിയന്തരത്തിന് പോവുക. എന്താ പോരണോ? ഇയാള് വല്ല വളിപ്പം പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കിടന്നിട്ട് ബെല്ലടിച്ചു പോയി. എനിക്ക് ഒരെണ്ണം കൊണ്ട് തരൂ. അനക്ക് വേണേ എന്നോട് ചോദിച്ചൂടെ, ഞാൻ കൊണ്ടു തരില്ലേ. ഇയാളിപ്പോ എന്താ കൊണ്ടുകൊടുക്കാൻ പോണത്? ആ കുട്ടി എന്താ ചോദിച്ചാൽ അത്. ആ കുട്ടി എന്താ ചോദിച്ചാ പറ. ഇയാൾ എന്തിനാ വെറുതെ വാളും കൊണ്ട്? കുട്ടിക്ക് എന്താ വേണ്ടത് എന്നോട് പറയും, എത്ര വേണേ ഞാൻ തരാം. കല്യാണപ്പൂ. എന്താ മാഷേ? കല്യാണപ്പൂ അല്ല കുട്ടി, കല്യാണ സൗഗന്ധിക പൂ. മാഷേ എനിക്കൊരെണ്ണം കൊണ്ട് തരൂ. തരാലോ. ആ കല്യാണപ്പൂവോ? എത്ര വേണം? വേണേ 1 2 ചാക്കി ഞാൻ കൊണ്ട് തരാം. കല്യാണപ്പൂവാ? ആ, താൻ കൊണ്ടുവന്ന് കൊടുക്കുവോ? ആ, ഇത് കല്ലുമ്മക്കായ ഒന്നല്ല, കല്ലായി പാലത്തിന്റെ അടിയിൽ നിന്ന് പെറുക്കെടുക്കാനായിട്ട്. അതിനെങ്ങനെ വല്ല വിവരം വേണ്ടേ? ഖുറാനോ ബൈബിളോ എന്തെങ്കിലും വായിച്ച് ശീലിക്കണ്ടേ? ഇത് മലയാളത്തിലുള്ള സംശയ, അത് ഞാൻ നോക്കിക്കോളാം. കണക്കിൽ എന്തെങ്കിലും വരുമ്പോ താൻ ഇടപെട്ടാ മതി. ഇതിൽ കയറി ഇടപെടണത് എനിക്കിഷ്ടല്ല. ഇയാൾക്ക് സൂക്കേട് മറ്റേതാ കുട്ടി. കുട്ടി ചോദിച്ചോളൂ, വേറെ പൂ വല്ലതും വേണോ? കല്യാണ സൗഗന്ധിപ്പൂ മാത്രമൊന്നുമല്ല, ചെമ്പരത്തിയോ ജമന്തിയോ ചെണ്ടുമല്ലിയോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പൂവോ പൈനാപ്പിളിന്റെ പൂവോ എന്താ വേണ്ട വെച്ചാ പറഞ്ഞോളൂ, എടുത്തോണ്ടിരാം. കൊറേ പൂവിന്റെ പേര് ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പറഞ്ഞുകൊണ്ടൊന്നും മലയാളം വിദ്വാനാകാൻ പോകുന്നില്ല. കുറച്ച് പെരുക്കപ്പെട്ടിയ കാണാപ്പാടം പഠിച്ചുകൊണ്ടൊന്നും കുട്ടികളെ ആകർഷിക്കാൻ പറ്റില്ല മാഷെ. കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കണ്ട, പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാ അത് ഞാൻ കൊണ്ടുവന്ന് തരാം. ഇഷ്ടം. സത്യം പറഞ്ഞാൽ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. പോരെ സൗഗന്ധിക പൂവ്. ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക് 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങൾ? പോയി അവിടുന്ന്.